വിവാദങ്ങളും ആവേശവും നിറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. പോളിംഗ് വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്ന് മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് UDFനെയാണ്. UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ വോട്ടിൻ്റെ കണക്ക് വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പാർട്ടികൾ തങ്ങളുടെ വിലയിരുത്തലുകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. 3 പേരും വിജയിക്കുമെന്നും അവകാശം ഉന്നയിക്കുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ ഈ പാർട്ടികളുടെ പ്രതികരണം എന്താണ്? അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 4.86% കുറവാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. പോളിംഗ് ശതമാനം കുറവാണ്. 70.51% പാലക്കാട് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള കണക്കനുസരിച്ച് പാലക്കാടുള്ള പോളിംഗ് ശതമാനം. അതിൽ നമുക്കറിയാം പാലക്കാട് നഗര പരിധിയിലെല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. വർഷങ്ങളായിട്ട് BJP ഭരിക്കുന്ന നഗരസഭയാണ് തുടർച്ചയായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJPക്ക് വലിയ ശക്തിയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ UDFൻ്റെ LDFൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളുമുണ്ട്. അതിനകത്ത് ഈ കണ്ണാടി, അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്ത്, കണ്ണാടി, മാത്തൂർ, ഇവിടെയൊക്കെ ഗണ്യമായ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ UDFൻ്റെ ശക്തി കേന്ദ്രമാണ് ഈ പിരായിരി എന്ന് പറയുന്ന പഞ്ചായത്ത്. അവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് UDF കേന്ദ്രങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതേസമയം അപ്പുറത്ത് BJPയെ സംബന്ധിച്ച് അവർക്ക് ആഹ്ലാദിക്കാനുള്ള വക എന്ന് പറയുന്നത് ഈ നഗര പരിധിയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ്. നഗരപരിധിയിൽ ഏകദേശം 5% പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട് നഗര പരിധിയിൽ. ഇവിടെ വരുമ്പോൾ അത് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ച് അവർക്കൊരു വിജയസാധ്യത, അവസാന ഘട്ടത്തിൽ വിജയസാധ്യത നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മുന്നേറിയതെങ്കിലും അവസാനം ചില സംഭവവികാസങ്ങളൊക്കെ വന്നതോടുകൂടി സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോകുന്നു. അവിടെ BJP ക്യാമ്പിൽ വിഭാഗീയത ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് തോന്നിയെങ്കിലും അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് മാറുന്നു. RSSൻ്റെ ഒരു ഏകീകരണം ഉണ്ടാകുന്നു. വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ ഏത് തരത്തിലായാലും അവസാനം പിന്നെ കൃഷ്ണകുമാറിനും അല്ല വോട്ട് ചെയ്തിരിക്കുന്നത്, തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വോട്ട്. അതെ. സന്ദീപ് വാര്യരോടുള്ള ദേഷ്യമൊന്നോ വൈരാഗ്യമൊന്നോ ചതിച്ചതിന് മറുപടി കൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ അവരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്ന ഈ കണക്കനുസരിച്ച് കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത്. അപ്പോൾ പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലുമാണ് വോട്ട് കുറഞ്ഞത്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്നതും, സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കൂടും. പണ്ടൊക്കെ നമ്മുടെ കണക്കുകളനുസരിച്ച് പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFനും, പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFനും ഗുണം ചെയ്യും എന്നായിരുന്നു പഴയ ഒരു കാഴ്ചപ്പാട്. അതൊക്കെ പിന്നീട് മാറി. കാരണം BJP ശക്തമായതോടുകൂടി ആ കണക്കിൽ വലിയ കാര്യമില്ലാതെ വന്നു. പണ്ട് ഇപ്പോൾ 80% മുകളിൽ പോളിംഗ് പോയാൽ, പിന്നെ അപൂർവമായ സന്ദർഭങ്ങളിലൊക്കെയാണ് അങ്ങനെ പോളിംഗ് ശതമാനം കൂടുമ്പോൾ LDF അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. അതെ, രണ്ട് കക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രികോണ മത്സരങ്ങളായി കേരളത്തിലെ ഒരു 50%-ലധികം മണ്ഡലങ്ങളും മത്സരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ BJPയും UDFും തമ്മിലാണ് പ്രധാന മത്സരം എന്നുള്ള പ്രതീതി ആദ്യം മുതൽ തന്നെ ഉണ്ടായി. അപ്പോൾ ആദ്യം മുതൽ അങ്ങനെ ആ പ്രതീതി വന്നതോടുകൂടി സരിൻ 3-ാം സ്ഥാനത്ത് എന്നുള്ള തരത്തിൽ തന്നെയാണ് തുടക്കം മുതൽ ഈ നിമിഷം വരെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സരിൻ ഏതെങ്കിലും ഘട്ടത്തിൽ 1ാമതെത്തുമെന്നോ അല്ലെങ്കിൽ 2ാമതെത്തുമെന്നോ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനും കഴിയുന്നില്ല. കാരണം ഇവിടെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് സരിനെയും ബാധിക്കും. സരിൻ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. സരിൻ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി പിടിച്ച അത്രയും വോട്ട് പിടിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് പോകുമോ, അതോ അതിൽ താഴേക്ക് പോകുമോ എന്നുള്ളതാണ് സരിനെ സംബന്ധിച്ച്. അതുമാത്രമാണ് നമ്മൾ അറിയേണ്ടത്. സരിൻ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി പിടിച്ചതിനപ്പുറം വോട്ട് പിടിക്കുകയാണെങ്കിൽ സരിൻ അവിടെ ഒരു ഹീറോ ആണെന്ന് നമുക്ക് പറയാം. സരിൻ അതിലേക്ക് താഴേക്കാണ് പോകുന്നതെങ്കിൽ സരിനെ സംബന്ധിച്ച് അതൊരു, സരിൻ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്നിപ്പോൾ ഈ ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPക്കും കോൺഗ്രസിനും ശക്തിയുള്ള മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായത് സരിൻ കാണിച്ച ഒരു മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും.
അത് 23-ാം തീയതി ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 2 ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. കോൺഗ്രസ് പാളയത്തിൽ അവരെ സംബന്ധിച്ച് അവരിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സന്ദീപ് വാര്യരെ ഈ സമയത്ത് BJP-യിൽ നിന്ന് ഇപ്പുറത്ത് കോൺഗ്രസ്സിലേക്ക് എത്തിക്കണമായിരുന്നോ എന്നുള്ള ചർച്ച അവർ ഗൗരവത്തിൽ തന്നെ എടുക്കും. കാരണം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് എതിർപ്പ് പ്രകടിപ്പിച്ച സമയത്താണ് അതൊന്നും കാര്യമാക്കാതെ ഈ സമയത്ത്. പക്ഷേ CPM അക്കാര്യത്തിൽ തന്ത്രപരമായ സമീപനമാണ് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സന്ദീപ് വാര്യരെ വരുന്നെങ്കിൽ പാർട്ടിയിൽ എടുക്കാം എന്നുള്ള രീതിയിലാണ് CPM മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ഈ സമയത്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും. പക്ഷേ കോൺഗ്രസ് അവർ തുടക്കത്തിൽ നമ്മളെ ഞെട്ടിച്ചു, സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് കോൺഗ്രസ്സിനെ അത് തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവർക്ക് തിരിഞ്ഞു കൊത്താൻ തുടങ്ങി. കാരണം ഇവിടെ BJP സന്ദീപ് വാര്യർ പാർട്ടിയെ ചതിച്ചിട്ട് പോയി എന്നുള്ള ചിന്ത വന്നതോടുകൂടി BJP-യുടെ എല്ലാ അണികളും ഒരുമിക്കുന്ന കാഴ്ചയും നേതാക്കന്മാരും ഒരുമിക്കുന്ന കാഴ്ചയും. കാരണം സന്ദീപ് വാര്യരോട് പക വീട്ടുക അല്ലെങ്കിൽ കണക്ക് ചോദിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയാലും ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നുമില്ല, അത് ഞങ്ങൾക്ക് പുല്ലാണ്, സന്ദീപ് വാര്യർ പോയാൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് തെളിയിക്കേണ്ടതാണ് എന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ചിന്തിച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു ടോക്കിലും പറഞ്ഞതാണ്. കാരണം എല്ലാ വോട്ടുകളും ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇപ്പോൾ പാലക്കാട് BJP-യുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ അത്രയും വോട്ടിംഗ് ശതമാനം ഈ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നഗരപരിധിയിൽ വോട്ടിംഗ് ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJP എല്ലാ വോട്ടുകളും അവരുടെ എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കി ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചപ്പോൾ അവർ ആത്മവിശ്വാസത്തിലാണ് BJP ജയിക്കും എന്നുള്ള ഒരു. കാരണം BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ തന്നെ 3000-ലധികം വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. കുറച്ചുകൂടെ അവർ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവിടെ ഷാഫി പറമ്പിൽ ഒരു എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരാൾ കൂടിയാണ് ഷാഫി പറമ്പിൽ. 3 തവണ അദ്ദേഹം MLA ആയി. അതിന് കൽപ്പാത്തി നഗരത്തിലെല്ലാം അവിടെ പോലും ഷാഫി പറമ്പിലിന് വോട്ടുണ്ട്. അതായത് ഈ അഗ്രഹാരങ്ങളിൽ പോലും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ അല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ക്ലിക്കായി. അതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ സന്ദീപ് വാര്യർ എന്നുള്ള ഒരു ഘടകം അത് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തപ്പോൾ സന്ദീപ് വാര്യർ വന്നു അവിടെ കോൺഗ്രസ്സിന് ഗുണകരമാകും എന്നൊക്കെ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് അത് അങ്ങനെയല്ല എന്ന് നമ്മൾ കാണുകയാണ്. കാരണം ഈ കണക്കുകളെല്ലാം തെളിയിക്കുന്നതാണ്. നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 2021 3859 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സന്ദർഭം ഈ 3859 ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും മറിക്കാൻ പറ്റും. നിസ്സാരമായ ഭൂരിപക്ഷമാണ്. 3859 എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷമല്ല. അപ്പോൾ അവിടെ വലിയ തോതിൽ പല പാർട്ടിയുടെയും ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുന്നതും വോട്ട് കൂടുന്നതും ഈ ഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പോൾ കോൺഗ്രസ്സിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ CPMകാർ വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളതല്ലല്ലോ, അല്ലെങ്കിൽ BJP വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളതല്ലല്ലോ. അവിടെ കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും വോട്ട് ചെയ്യാൻ പോകാതിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ആരോപണം BJP-യിലെ പല ആളുകളും വോട്ട് ചെയ്യാൻ പോയില്ല, നിഷ്ക്രിയരായിരുന്നു എന്നുള്ളതാണ്. 15,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ തോക്കുന്നതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ച വന്നപ്പോൾ പാർട്ടി കണ്ടെത്തിയത് അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ളവർ കണ്ടെത്തിയത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് ചെയ്യാൻ BJP-യുടെ പല പ്രവർത്തകരും പോകാൻ മടിച്ചു എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ വന്നതിന് എതിർപ്പുള്ള ആളുകളും ഉണ്ടാവും കോൺഗ്രസ്സിനകത്ത് തന്നെ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. അവിടെ VD സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ അത് ഗുണകരമാകുന്ന 2 പേരാണ്. ഒന്ന് ഷാഫി പറമ്പിലും മറ്റൊന്ന് VD സതീശനുമാണ്. VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ഒരു പടി കൂടി അല്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്യാൻ ഒന്നാമതാകുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്, അങ്ങനെ കെ സുധാകരനുണ്ട്, പറയുന്ന കുറേ അധികം നേതാക്കന്മാർ മുഖ്യമന്ത്രിയാണ്, KC വേണുഗോപാലുണ്ട്. അപ്പോൾ ഇവരെല്ലാം പിന്തള്ളിക്കൊണ്ട് VD സതീശൻ എന്നുള്ള VD സതീശനെ സംബന്ധിച്ച് ഈ പല നേതാക്കന്മാരെയും വെച്ച് നോക്കുമ്പോൾ VD സതീശൻ താരതമ്യേന
ജൂനിയറായ ഒരു നേതാവാണ് കോൺഗ്രസ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരും. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ വരണ്ട എന്നുള്ള ചിന്ത വരുന്നുണ്ട്. ഏതായാലും പ്രവചനാതീതമായ ഒരു മത്സരമാണ് നടന്നത്. അവിടെ അവസാന ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുകയും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കുറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം BJPക്ക് വിജയസാധ്യത അവിടെയുണ്ട്. ഇനി അഥവാ കോൺഗ്രസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ മുൻതൂക്കം ഉണ്ട്. കോൺഗ്രസ് വിജയിച്ച് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും 23-ാം തീയതിക്ക് ശേഷം ചർച്ച ചെയ്യേണ്ടി വരും.